ഫുട്ബോൾ മത്സരത്തിൽ തോൽപ്പിച്ചതിന് എറണാകുളത്ത് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ഞാറയ്ക്കൽ മഞ്ഞനക്കാട് സ്വദേശിയായ 10ാം ക്ലാസ്സുകാരനെയാണ് പ്രായപൂർത്തിയാകാത്ത 20ഓളം വരുന്ന വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പെരുമ്പിള്ളിയിലെ സ്പോർട്സ് സെന്ററിൽ വെച്ചാണ് ക്രൂരമർദ്ദനമുണ്ടായത്. ഒരു വർഷം മുൻപ് ഇവിടെ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ തോറ്റ ടീമാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. പൂഞ്ഞാറിലെ GV രാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് മർദ്ദിച്ചത്. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പയ്യന ഇവർ തമ്മിൽ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. ടർഫിൽ മത്സരത്തിൻ്റെ ഇടയിൽ തുടർച്ചയായി 2 തവണ തോൽക്കുകയും ഇതിൽ കീപ്പറായിട്ടെന്ന് വെച്ചാൽ എൻ്റെ മോൻ. അപ്പോൾ ഗോൾ കീപ്പർ അത്യാവശ്യം അവരാ സേവ് ചെയ്യണ കാരണം ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ തന്നെ കളി തോറ്റതിൻ്റെ ഒരു മാനസിക ഇതും അവർക്കുണ്ടായിരുന്നു. 4 ബൈക്കുകളിലായി എത്തിയ സംഘം കുട്ടിയെ വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒരു കാര്യം സംസാരിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു 15 പേരെ കാണുണ്ടായി. അവന്മാർ തമ്മിൽ എന്നെ പിടിച്ചുകൊണ്ടുപോയി ബൈക്കിൽ കയറി കുന്നളയെന്ന് പറഞ്ഞു. ബൈക്കിൽ കയറി കൊണ്ടുപോയി ടർഫിൽ കൊണ്ടുപോയി തല്ലി കുറേ. മർദ്ദനം കണ്ട പ്രദേശവാസികൾ ഇടപെട്ടാണ് കുട്ടിയെ രക്ഷിച്ചത്. ദേഹത്ത് ചതവുകളും മുറിവുകളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അച്ഛൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതായി ഞാറയ്ക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.